വയനാട് കേണിച്ചിറയിൽ ഇറങ്ങിയ കടുവ കൂട്ടിലായി. വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കടുവ കുടുങ്ങിയതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ദൃശ്യങ്ങൾ മീഡിയ വണ്ണിന് ലഭിച്ചിരിക്കുന്നു. വയനാട് കേണിച്ചിറയിലിറങ്ങിയ കടുവ കൂട്ടിലായിരിക്കുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് മീഡിയ വണ്ണിന് ലഭിച്ചിരിക്കുന്നത്. വനംവകുപ്പാണ് ദിവസങ്ങൾക്കും 2 ദിവസം മുമ്പ് കൂട് സ്ഥാപിച്ചത്. കൂടിയാണ് വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കടുവ അകപ്പെടുന്നത്. അതിന് ഏതാണ്ട് 10 മണിയോടുകൂടി തന്നെ നേരത്തെ പശുവിനെ ആക്രമിച്ച അതേ സ്ഥലത്ത് കടുവ വീണ്ടും എത്തുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെ ഏതാണ്ട് 1-2 മണിക്കൂർ പിന്നിടുമ്പോഴാണ് കടുവ കൂട്ടിലായി എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നത്. ഈ കടുവ ഏതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇനി തുടർ നടപടികൾ എന്താകും എന്നുള്ളതൊക്കെ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു. അനീസ് അലി കൂടുതൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നു. അനീസ്, വിശദാംശങ്ങൾ. അനീഷ, ഇന്ന് രാത്രി 11:05 കൂടിയാണ് കടുവ കൂട്ടിലായത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പ്രദേശത്തെ ഒന്നാകെ മുൾമുനയിൽ നിർത്തിയ കടുവയാണ് ഇപ്പോൾ കൂട്ടിലായിരിക്കുന്നത്. വലിയ ആശ്വാസത്തിലാണ് പ്രദേശവാസികൾ. പൂതാടി പഞ്ചായത്തിലെ 3 വാർഡുകളിൽ ഇന്ന് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരുന്നു. 2 ദിവസത്തേക്ക് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇന്ന് ഉച്ചയോടുകൂടി മയക്കുവെടി വെക്കാനും ഉത്തരവിട്ടു. ഇത്തരത്തിൽ 3 ദിവസത്തിനിടെ 5 വളർത്തുമൃഗങ്ങൾ കൊല്ലപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ ഭീതി പ്രദേശത്തുണ്ടായിരുന്നു. ഇന്ന് ജനങ്ങൾ റോഡ് ഉപരോധിച്ചിരുന്നു. സുൽത്താൻ ബത്തേരി പനമരം റോഡ് സംസ്ഥാന പാത ഉപരോധിച്ച മണിക്കൂറുകളോളം ഗതാഗതം സ്തംഭിപ്പിച്ചു. ഇങ്ങനെ വലിയ പ്രതിഷേധവും വലിയ ആശങ്കയും ഭീതിയും നിലനിൽക്കുന്നതിനിടയിലാണ് ഇന്ന് കടുവ കൂട്ടിലായിരിക്കുന്നത്. ഈ കടുവ കൂട്ടിലാകുന്നത് 11 മണിയോടെയാണ്. ഇന്ന് അതിന് 1 മണിക്കൂർ മുമ്പ് 10 മണിയോട് കൂടി വീണ്ടും ഒരു ആടിനെ കൂടി ഈ കടുവ കൊന്നിരുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ആദ്യമായി ഇവിടെ കടുവയുടെ ആക്രമണത്തിൽ പശു കൊല്ലപ്പെട്ടത്. അതിനുശേഷം തുടർച്ചയായ ദിവസങ്ങളിൽ കടുവ പ്രദേശത്തെത്തി വ്യാഴാഴ്ച കൊല്ലപ്പെട്ട പശുവിന്റെ ജഡാവശിഷ്ടം ഭക്ഷിക്കാൻ വേണ്ടി വെള്ളിയാഴ്ചയും പകലിൽ കടുവ എത്തി. ഇങ്ങനെ 2 ദിവസങ്ങളിൽ പകൽ സമയങ്ങളിൽ കടുവ എത്തി. അതിനുശേഷം ശനിയാഴ്ചയോടുകൂടി കടുവ രാത്രി 10 മണിയോടെ ഒരു പശുവിനെ പിടിച്ചു. ഇന്ന് പുലർച്ചയോടുകൂടി 2 പശുവിനെ പിടിച്ചു. ഇന്ന് രാത്രിയോട് ഒരു ആടിനെയും പിടിച്ചു. ഇങ്ങനെ 5 വളർത്തുമൃഗങ്ങളെ കടുവ കൊന്നതിന് തുടർന്ന് വലിയ ഭീതി നിലനിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ കടുവ കൂട്ടിലായിരിക്കുന്നത്. അനീഷ.